ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ഹാർദമായ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. നേരിട്ട് കേൾക്കുന്നവരെയും കൂടാതെ ഓൺലൈൻ മുഖാന്തരം യൂട്യൂബിലൂടെയും മറ്റ് മീഡിയാസിലൂടെയും നിങ്ങൾ പലരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന ആ ഒരു വിഷയമാണ് നാം പഠിച്ചു വരുന്നത്. ഇന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്, 10ാമത്തെ ഭാഗം. മറ്റുള്ളവരെ വിധിക്കുന്നത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്, ജഡ്ജിങ് അതേഴ്സ്. ഈ പഠനങ്ങൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പർവ്വത പ്രസംഗം, ദ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന ആ പഠിപ്പിക്കലിനെ ആസ്പദമാക്കി അതിൽ നിന്നുള്ള ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന 10 കാര്യങ്ങളെയാണ് നാം പഠിച്ചു വന്നത്. ഈ അവസാനത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. പ്രാരംഭമായി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സസ് 1 and 2. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയാണിത്. ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. ക്രൈസ്റ്റ് കമാൻഡഡ് us, ഡു നോട്ട് ജഡ്ജ്. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത്. എന്താണ് വിധിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞാൽ, മറ്റുള്ളവരെ നിങ്ങൾ ശിക്ഷ വിധിക്കരുത്. ഡു നോട്ട് കണ്ടം ആൻഡ് ജഡ്ജ് അതേഴ്സ്. ഈ വിധിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് നാം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ, സെക്യുലർ വേൾഡിൽ, എല്ലാ രാജ്യങ്ങളിലും തന്നെ ന്യായാധിപന്മാരെ ഗവൺമെൻറ്റുകൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജഡ്ജസ് ഇൻ ലോ കോർട്ട്സ്. നീതിന്യായ കോടതികളിൽ ഓരോ രാജ്യത്തും നമ്മുടെ ദേശത്തും ഒക്കെ ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ജഡ്ജിമാരുടെ ജോലി? അവരുടെ ജോലി മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരങ്ങൾ, കേസുകൾ, അതിൻ്റെ എല്ലാ വശങ്ങളും കേട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവും പരിജ്ഞാനവും സീനിയോറിറ്റിയും അതിനുള്ള പരിജ്ഞാനവും പരിശീലനവും അവർക്കുണ്ട്. അവർ നിയമമൊക്കെ പഠിച്ചവരാണ്. അവർ അതിൻ്റെ എല്ലാ വശങ്ങളും കേട്ടിട്ട് ഇന്നയാൾ ശരിയാണ്, മറ്റേയാൾ തെറ്റാണ് എന്ന് അവർ ന്യായം വിധിക്കുന്നു. ദേ ആർ ജഡ്ജിങ് ബിക്കോസ് ദേ ആർ ജഡ്ജസ്. അവർ ന്യായാധിപന്മാരാണ്, അതുകൊണ്ട് അവർ ന്യായം വിധിക്കുന്നു. ഇതാണ് ഈ വിധിക്കരുത് എന്ന വാക്കിൻ്റെ പുറകിലുള്ളത്. വെറുതെ ഒരു അഭിപ്രായം പറയുന്നതല്ല വിധിക്കുക എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ അതിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ വിധിക്കരുതെന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് തെറ്റായി ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. ഒരു ഒപ്പീനിയൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല വിധിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഒരാളിനെ നീ കുറ്റക്കാരനാണ്, നീ കുറ്റക്കാരിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുകയും അവരെ ശിക്ഷ വിധിക്കുകയും അവരെ കണ്ടം ചെയ്യുകയും, നിങ്ങൾ കൊള്ളരാത്തവരാണ്, യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് അവരെ ശിക്ഷ വിധിക്കുന്ന, അവരെ എഴുതി തള്ളുന്ന ഒരു കാര്യമാണ് ഈ വിധിക്കരുത് അല്ലെങ്കിൽ വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ ന്യായാധിപന്മാർ 2 വശങ്ങളും കേട്ടിട്ട് ഒരു വശത്തുള്ളവർക്ക് ശിക്ഷ കൽപ്പിക്കുന്നു. ഇതാ നിനക്ക് 5 വർഷം തടവ്, നിനക്ക് ജീവപര്യന്തം തടവ്. ഇങ്ങനെ കുറ്റക്കാരെ തിരിച്ചറിഞ്ഞിട്ട് അവർ ശിക്ഷ വിധിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ആ സ്ഥാനം എടുക്കുവാൻ സാധ്യമല്ല. നമുക്കറിയാം, നിയമം പഠിച്ചിട്ടില്ലാതെ നമുക്കാർക്കും, സാധാരണക്കാരായ ആളുകൾക്കാർക്കും ന്യായാധിപൻ്റെ കസേരയിൽ കയറിയിരിക്കുവാനും ന്യായം വിധിക്കുവാനും നമുക്ക് സാധ്യമല്ല. സർക്കാർ നമ്മളെ ആരെയും അതിന് അനുവദിക്കുകയുമില്ല. അതിന് പരിശീലനമുള്ള, അതിനുള്ള പാണ്ഡിത്യമുള്ള, അറിവുള്ള, നിയമം പഠിച്ച പരിണതപ്രജ്ഞരായ ആളുകൾക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത്. ഇനി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നാം ആരാണ് ശരിയായ ന്യായാധിപൻ
ഹൂ ഈസ് ദ ജഡ്ജ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതാണ് അടുത്ത ചോദ്യം. എന്താണ് വിധിക്കുന്നത് എന്ന് ആണ് നാം ആദ്യം ചുരുക്കമായിട്ട് പറഞ്ഞത്. വിധിക്കുക എന്ന് വെച്ചാൽ അതൊരു ന്യായാധിപൻ്റെ, ഒരു ജഡ്ജിയുടെ ജോലിയാണ്. ഇനി ആരാണ് ശരിയായ ജഡ്ജി? ഹൂ ഈസ് ദ ജഡ്ജ് എന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ ബൈബിളിൽ നിന്നും ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ദൈവമാണ് സകല മനുഷ്യർക്കുമുള്ള ന്യായാധിപൻ എന്ന് ബൈബിൾ പറയുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 25-ാം വചനം നോക്കാം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 25. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ശ്രദ്ധിക്കുക, ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതിപൂർവം വിധിക്കാതിരിക്കുമോ? ഷാൽ നോട്ട് ദ ജഡ്ജ് ഓഫ് ഓൾ ദി എർത്ത് ഡു റൈറ്റ്? ദൈവത്തെക്കുറിച്ച് സകല ഭൂമണ്ഡലത്തിനും ഭൂലോകത്തിന് മുഴുവനും പ്രപഞ്ചത്തിന് മുഴുവനും ഉള്ള ന്യായാധിപതി, ജഡ്ജിയാണ് നമ്മുടെ ദൈവം എന്ന് ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ന്യായം വിധിക്കുവാനും ഒരാളെ ശിക്ഷയ്ക്ക് വിധിക്കുവാനും നീ ശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞ് അവനെ കണ്ടം ചെയ്യുവാനും അവനെ കുറ്റം വിധിച്ച് തള്ളുവാനും ഉള്ള അധികാരം നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് 2 വചനങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ദൈവമാണ് ന്യായാധിപൻ. ബൈബിളിൽ അനേകം വചനങ്ങൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന വചനങ്ങളുണ്ട്. എന്നാൽ 2 വചനങ്ങൾ മാത്രം നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 58 അതിൻ്റെ 11-ാം വചനം വായിക്കാം. സാം 58 ആൻഡ് വേഴ്സ് 11. ആകയാൽ നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം എന്ന് മനുഷ്യൻ പറയും. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യർ പറയും. നാം ഓരോരുത്തരും അത് മനസ്സിലാക്കി അത് പറയുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ദൈവമാണ് ന്യായാധിപൻ, ഞാനല്ല. മനുഷ്യരായ നാം ആരും ന്യായാധിപന്മാരല്ല. ദൈവമാണ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് ന്യായാധിപൻ്റെ ആ ജോലി ദൈവത്തിനാണ് എന്നുള്ള കാര്യം നാം ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം കൂടെ വായിക്കാം. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 23. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. ഇവിടെ ആ വാക്യം നീണ്ടുപോകുന്ന ഒരു വചനമാണ്. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്ക് അടുത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഗാഡ് ഈസ് എ ജഡ്ജ് ഓഫ് ഓൾ. ഈ വചനങ്ങൾ സാമ്പിളായിട്ട് നാം ചില വചനങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. ഈ വചനങ്ങൾ കൂടെ നാം കാണുന്നത് ദൈവമാണ് ന്യായം വിധിക്കുവാൻ അർഹതയുള്ളവൻ. അതിൻ്റെ മറുവശം ചിന്തിച്ചാൽ മനുഷ്യരായ നാം ആരും മറ്റുള്ളവരെ ന്യായം വിധിച്ച് കണ്ടം ചെയ്ത് മറ്റുള്ളവരെ കുറ്റം വിധിച്ച് നീ കൊള്ളില്ല, നീ ശരിയല്ല എന്ന് പറയുവാനുള്ള അധികാരം ദൈവം നമുക്ക് ആർക്കും നൽകിയിട്ടില്ല. ന്യായാധിപൻ്റെ സീറ്റിൽ ഇരിക്കുന്നത് വലിയവനായ ദൈവമാണ്, നാം ആരുമല്ല. ഈ കാര്യം നമുക്ക് ശരിയായിട്ടും നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവമേ, ഞാൻ ന്യായാധിപനല്ല. കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വിധി കൽപ്പിക്കുവാനും നീ ശരിയല്ല എന്ന് മറ്റുള്ളവരോട് പറയാനും അവരെ കുറ്റം വിധിക്കുവാനും അവരെ കണ്ടം ചെയ്യാനും ഞാൻ യോഗ്യനല്ല. അത് ദൈവത്തിൻ്റെ മാത്രം അധികാരപരിധിയിലുള്ള കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇനി രണ്ടാമത്, ക്രിസ്തുവാണ് ന്യായാധിപൻ എന്നും കൂടെ നമുക്ക് ബൈബിളിൽ കാണാം. ദൈവം ന്യായവിധി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ നിന്ന് വായിക്കുന്നു. ഈ ക്രിസ്തുവാണ് ന്യായാധിപൻ എന്നുള്ളതിന് ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലുള്ള 3 വചനങ്ങൾ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 അതിൻ്റെ 32, 34, 46 ഈ വചനങ്ങൾ നമുക്ക് വായിക്കാം. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും.
ഇതൊരു നീണ്ട ഒരു വേദഭാഗമാണ്. ഞാൻ ചുരുക്കം ചില വചനങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നാം ഇപ്പോൾ വായിച്ച് കേട്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ന്യായാധിപൻ്റെ ചുമതല പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ സകല ജനതകളെയും അവിടുത്തെ മുൻപിൽ കൂട്ടും. അവിടുന്ന് ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ ആളുകളെ, പാപികളെയും നീതിമാന്മാരെയും വേർതിരിക്കും. വലത്തുള്ളവരോട് നിങ്ങൾ വരുവീൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവീൻ. അവർക്ക് ക്രിയാത്മകമായ നല്ല ഒരു വിധിയാണ് കൊടുക്കുന്നത്. യു ആർ ഗുഡ്, നിങ്ങൾ നല്ലതായിട്ട് പ്രവർത്തിച്ചു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്കായിട്ടുള്ള രാജ്യം അവകാശമാക്കുവീൻ. എന്നാൽ മറ്റേ കൂട്ടരോട്, പാപത്തിലും ദോഷത്തിലും ജീവിച്ചിരുന്നവർ, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, അവരെക്കുറിച്ച് പറയുന്നു, ഇവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും, എന്നാൽ നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവാണ് ന്യായം വിധിക്കുന്നത് എന്ന് നാം ഈ വചനത്തിൽ കാണുന്നു. യേശുവിന് ന്യായാധിപൻ്റെ അധികാരം പിതാവ് കൊടുത്തിരിക്കുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 22 വായിക്കാം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് പിതാവായ ദൈവം ന്യായവിധിക്കുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. പുത്രനെയും എല്ലാവരും ബഹുമാനിക്കണം. അതിനുവേണ്ടി പിതാവ് ന്യായവിധി ചെയ്യാതെ ഇക്കാലത്ത് പുത്രനെ അത് ഏൽപ്പിച്ചിരിക്കുന്നു. യേശുവാണ് ന്യായം വിധിക്കുന്നവൻ. പിതാവിൻ്റെ അധികാരമാണ്, എന്നാൽ അത് പുത്രനെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. ഈ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. ഞാനും നിങ്ങളും ന്യായാധിപന്മാരല്ല. മറ്റുള്ളവരെ വിധിക്കുവാനും എഴുതി തള്ളുവാനും മറ്റുള്ളവരെ ശിക്ഷ വിധിക്കുവാനും നാം തുനിയരുത്. അങ്ങനെയുള്ളൊരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ദൈവമേ, ശിക്ഷ വിധിക്കുവാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും ഞാൻ ആരുമല്ല, അവിടുന്ന് അത് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിലും ഇത് കാണുന്നു. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, സകലർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഈ യേശുക്രിസ്തുവാണ്, കർത്താവായ യേശുവാണ്. യേശുവിന് ന്യായം വിധിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ വചനങ്ങൾ കൂടെ നാം കാണുന്നത്. ഇനി റോമാലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വചനം കൂടെ വായിക്കാം. റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇവിടെ ദൈവം ന്യായം വിധിക്കും, പക്ഷേ യേശുക്രിസ്തു മുഖാന്തരമാണ് ആ ന്യായവിധി നടത്തുന്നത്. മനുഷ്യരുടെ എല്ലാ രഹസ്യങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലെ പദ്ധതികളും എല്ലാം ന്യായം വിധിക്കപ്പെടും. ദോഷകരമായ, സ്വാർത്ഥപരമായ, പാപകരമായ എല്ലാ ചിന്തകളെയും അതിനെ ദൈവം ന്യായം വിധിക്കും. അത് യേശുക്രിസ്തു മുഖാന്തരമാണ് ന്യായം വിധിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. നമ്മുടെ വിഷയം അന്യരെ വിധിക്കരുത് എന്നുള്ളതാണ്. അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ന്യായാധിപൻ്റെ സിംഹാസനത്തിൽ, ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കുവാനുള്ള അധികാരം ദൈവത്തിനും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനും മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ആ സ്ഥാനത്ത് കയറി ഇരിക്കുവാനും മറ്റുള്ളവരെ വിധിക്കുവാനും തുടങ്ങിയാൽ അത് നമ്മുടെ ദൈവത്തിന് സന്തോഷകരമല്ല, അവിടത്തേക്ക് ദുഃഖമുണ്ടാക്കും. ദൈവം ചിന്തിക്കും, ഇതാ ഈ എൻ്റെ മക്കളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ലാത്ത സ്ഥാനത്ത് അവർ കയറി ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് അവർ ചെയ്യുന്നത് എന്നായിരിക്കും ദൈവം ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യരെ വിധിക്കുവാനും ശിക്ഷ വിധിച്ച് തള്ളുവാനും നാം ഒരിക്കലും ഒരുമ്പെടരുത്. അങ്ങനെയുള്ള സ്വഭാവം മാറ്റിയെടുത്ത് നമ്മെ തന്നെ വിധിക്കുവാനും നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാനും മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനും മറ്റുള്ളവരെ ദൈവം വിധിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ വിട്ടുകൊടുക്കുവാനും നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇതുവരെ ചിന്തിച്ചത് എന്താണ് വിധിക്കുന്നത്, ആ കാര്യം എന്താണ്, വിധിക്കുക എന്ന് വെച്ചാൽ എന്താണ്, ആരാണ് യഥാർത്ഥ ന്യായാധിപതി, ഹൂ ഈസ് ദ റൈറ്റ് ജഡ്ജ്? ഗാഡ് ഈസ് ദ ജഡ്ജ്. ദൈവം ന്യായാധിപതിയാണ്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും ന്യായവിധിക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ നാം ആരും വരുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം നാം ചിന്തിക്കാൻ പോകുന്നത്,
ന്യായം വിധിക്കുന്നത്, മറ്റുള്ളവരെ ശിക്ഷ വിധിക്കുന്നത് ദൈവവചനത്തിൽ മനുഷ്യരായ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. വി ആർ ഫോർബിഡൻ ടു ജഡ്ജ് അതേഴ്സ്. മറ്റുള്ളവരെ വിധിച്ച് തള്ളുവാൻ, ശിക്ഷ വിധിക്കുവാൻ, ആ ജോലി അതിൽ നിന്ന് ദൈവം നമ്മെ തടഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വായിക്കാം റോമർ 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനവും പിന്നീട് 13-ാമത്തെ വചനവും വായിക്കാം. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 4 and 13. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതുകൊണ്ട് നാം ഇനിയും അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇടർച്ചയോ തടങ്ങിലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. ഇവിടെ ഒരു ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. മറ്റൊരുത്തൻ്റെ ദാസനെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദാസനായ, ദൈവമകനായ, മകളായ മറ്റൊരാളെ വിധിക്കുവാൻ, അവർക്ക് ശിക്ഷ വിധിക്കുവാൻ, അവരെ കണ്ടം ചെയ്യാൻ, എഴുതിത്തള്ളുവാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. എല്ലാ ദൈവമക്കളെയും വിശ്വാസികളെയും ദൈവം അവരെ നിലനിർത്തുവാനും വളർത്തുവാനും ശക്തനാണ്. നാം അവരെ വിധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി അന്യോന്യം വിധിക്കരുത്. 13-ാം വചനത്തിൽ ലെറ്റ് us not judge one another. സഹോദരങ്ങൾക്ക് ഇടർച്ചയോ തടങ്കലോ വയ്ക്കാതിരിപ്പാൻ ഉറച്ചുകൊള്ളുവീൻ. ലെറ്റ് us therefore do not judge anyone anymore. മറ്റുള്ളവരെ നാം വിധിക്കരുത്. അവിടെ വിധിക്കുന്ന കാര്യം നമുക്ക് ദൈവം വിലക്കിയിരിക്കുകയാണ്. we are forbidden from judging others. ഇനി 1 കൊരിന്ത്യർ എടുക്കാം, 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 1 Corinthians chapter 4 and verse 5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ആരാണ് വിധിക്കേണ്ടത് എന്ന് ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് വരുമ്പോൾ, ന്യായാധിപസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, അവിടുന്ന് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് അവിടുന്നാണ് എല്ലാവരെയും വിധിക്കുന്നത്. സമയത്തിന് മുമ്പേ, കർത്താവിൻ്റെ വരവിന് മുമ്പേ നാം മറ്റുള്ളവരെ വിധിക്കരുത്, മറ്റുള്ളവരെ നാം ശിക്ഷ വിധിക്കരുത് എന്നുള്ള ഒരു കൽപ്പനയാണ് ഇവിടെ കാണുന്നത്. കാരണം നിയമകർത്താവ് ദൈവമാണ്, ജഡ്ജിയും ന്യായാധിപനും ദൈവം തന്നെയാണ്. മറ്റുള്ളവനെ വിധിക്കുവാൻ നീ ആര് എന്നുള്ള ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത് ആവശ്യമാണ്. മറ്റൊരാളെ, ഒരു സഹോദരനെ, ഒരു ദൈവദാസനെ വിധിക്കുവാനും കുറ്റപ്പെടുത്തി പറയാനും അല്ലെങ്കിൽ അവരെ ശിക്ഷ വിധിക്കുവാനും ദൈവം എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇത് വളരെ മുഖ്യമായൊരു കാര്യമാണ്. മറ്റുള്ളവരെ വിധിക്കുവാനും കുറ്റപ്പെടുത്തി അവർ ശരിയല്ല എന്ന് അവരെക്കുറിച്ച് ശിക്ഷ വിധിക്കുവാനും അവരെ കണ്ടം ചെയ്യാനും ദൈവം നമുക്കാർക്കും അധികാരം നൽകിയിട്ടില്ല. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് അഭിപ്രായം ഉണ്ടാകാൻ സാധിക്കും. നിങ്ങൾ 2 പാമ്പുകളെ കാണുന്നെന്ന് വിചാരിക്കുക. ഒന്ന് ചേരയും മറ്റത് മൂർഖനുമാണ്. നിങ്ങളോട് ചോദിക്കുക, ഇതെന്തൊരു തരം പാമ്പാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ വിധിക്കുകയില്ല, വിധിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതൊന്നും പറയത്തില്ല എന്നുള്ള ഒരു നിസ്സംഗ മനോഭാവമാണോ നിങ്ങൾ പുലർത്തുന്നത്? അതോ ഇത് മൂർഖനാണ്, അപകടകാരിയാണ്, അതിനടുത്ത് പോകരുത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയുവാൻ അല്ലെങ്കിൽ ഒരാളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? നിങ്ങൾ മൂർഖൻ പാമ്പിനെ കണ്ടം ചെയ്യുകയും ശിക്ഷ വിധിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, എങ്കിലും നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കും. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയല്ല. എന്നാൽ അത് ശിക്ഷ വിധിക്കുന്നതല്ല. യേശു പറഞ്ഞു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, വിധിച്ച് തള്ളരുത്, അവരെ ശിക്ഷ വിധിക്കരുത്. ഡു നോട്ട് കണ്ടം ദം ആസ് ഈവിൾ ഡൂവേഴ്സ്. കാരണം മനുഷ്യരുടെ മനസ്സിലെ ഉദ്ദേശങ്ങളും ചിന്തകളും ആത്യന്തികമായി വിലയിരുത്തി വിധിക്കുവാൻ പ്രാപ്തിയുള്ളത് ദൈവം മാത്രമാണ്. ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ സീറ്റിൽ കയറിയിരിക്കുവാൻ പെട്ടെന്ന് നാം വേഗത കാണിക്കരുത് എന്നാണ് നാം ഇവിടെ വായിച്ചത്. ദൈവമേ, ഞാൻ ന്യായാധിപനല്ല, അവിടുന്നാണ് ന്യായാധിപൻ, അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് ഇന്ന് ഈ സമയത്ത് ദൈവത്തോട് നമുക്ക് പറയാം. ഇനി ഈ വിധിക്കുക എന്നുള്ള കാര്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിച്ചു പോകാം.
പലപ്പോഴും നാം വിധിക്കുന്നത് നാം കണ്ണിന് കാണുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം ഒരു കാര്യം ഒരാളിൽ കാണുന്നു, ഒരാളിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു, അപ്പോൾ നാം ചില നിഗമനങ്ങളിലെത്തുന്നു. ഇന്ന കാര്യം കൊണ്ടായിരിക്കും അയാൾ ഇവിടെ വന്നത്, ഇന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും അയാൾ അങ്ങോട്ട് പോകുന്നത്. നാം ചില നിഗമനങ്ങളിലെത്തുന്നു. അല്ലെങ്കിൽ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ, പറഞ്ഞു കേട്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മറ്റുള്ളവരെ വിധിക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയാൾ ആകെ കുഴപ്പക്കാരനാണ്, പ്രശ്നമാണ് എന്നൊക്കെ നാം ഒരുപാട് വിലയിരുത്തി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അവരെ ശിക്ഷ വിധിക്കുകയും ചെയ്യുവാനായിട്ടും വളരെ പെട്ടെന്ന് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ശിക്ഷ വിധിക്കുവാനും കുറ്റപ്പെടുത്തുവാനും വിധിക്കുവാനും ഉള്ള ഒരു സ്വഭാവം നമ്മിൽ ഉണ്ട്. നാം അത് വർഷങ്ങളായിട്ട് ശീലിച്ചു വന്നിട്ടുള്ളതായിരിക്കാം. മറ്റുള്ളവരെ കുറിച്ച് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, നാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാം വളരെ വേഗം അവരെ ശിക്ഷ വിധിക്കുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും നാം പലപ്പോഴും തുനിയാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നാം ദോഷകരമായി സംസാരിക്കുന്നു, ദോഷകരമായി നാം ചിലപ്പോൾ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ തെറ്റായ രീതിയിൽ നാം പ്രതികരിക്കുന്നു. അത് ദൈവമാണ് ഞാൻ എന്നുള്ള നിലയിലാണ് പലപ്പോഴും നാം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും നാം ആരും ദൈവമല്ല. നാം ഒക്കെ കേവലം മനുഷ്യരാണ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. ദൈവം നമ്മോട് കരുണ തോന്നി, അതുകൊണ്ടാണ് നാം ദൈവമക്കൾ ആയിരിക്കുന്നത്. എന്നാൽ നാം ദൈവമല്ല, ദൈവത്തിൻ്റെ സീറ്റിലല്ല ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു റിയലിസ്റ്റിക്കായ യാഥാർത്ഥ്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ദൈവമല്ല. ഭാവി കാര്യങ്ങൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ദൈവമല്ല. മറ്റുള്ളവരുടെ മനസ്സിലെ വിചാരങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ദൈവമല്ല. അനേക കാര്യങ്ങൾ ആ രീതിയിൽ നാം ചിന്തിക്കുകയും താഴ്മയോടെ ജീവിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. എല്ലാത്തരം ദോഷം സംസാരിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് ഈവിൾ സ്പീക്കിംഗ്, ദൂഷണം പറയുന്നതും ദൈവവചനം വിലക്കിയിരിക്കുന്നു. 2-3 വചനങ്ങൾ അത് സംബന്ധിച്ച് നമുക്ക് വായിച്ച് നോക്കാം. ഇത് വിധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വിധിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 28-ാം വചനം നമുക്ക് ആദ്യം വായിക്കാം. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 22 and verse 28. നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയും അരുത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് ദൂഷണം, ദൈവത്തെ ദുഷിച്ച് സംസാരിക്കരുത്. അത് നാം ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചിലപ്പോൾ ചില പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിന് മടയത്തരം പറ്റിയെന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്ന വിശ്വാസികളൊക്കെ ഉണ്ട്. ദൈവത്തെ ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കിയത്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള സാഹചര്യം എനിക്ക് എന്തിനാണ് തന്നത്, എന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, ഒരുപാട് ചോദ്യങ്ങൾ നാം ചോദിക്കുന്നവരാണ്. നീ ദൈവത്തെ ദുഷിക്കരുത്, നിൻ്റെ ജനത്തിൻ്റെ അധിപതിയെ ശപിക്കരുത്. നിങ്ങളെ നടത്തുവാൻ നിങ്ങളുടെ മേൽ അധികാരിയായി ദൈവം വെച്ചിരിക്കുന്ന നായകന്മാരെ, നേതാക്കളെ നീ അവരെക്കുറിച്ച് ദൂഷണം പറയരുത്, അവരെ ശപിക്കരുത്. അത് മറ്റുള്ളവർക്കെതിരായിട്ട് ദൂഷണം പറയരുത് എന്ന് പഴയ നിയമത്തിലും അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ അവിടെ ധാരാളം ഭാഗങ്ങളിൽ ഈ വചനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. എഫേസ്യർ 4-ാം അധ്യായം 29 പിന്നെ 31 വചനങ്ങൾ വായിക്കാം. The book of Ephesians chapter 4 verses 29 and 31. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അവരോട് കോപവും ക്രോധവും അവരെക്കുറിച്ച് കുറ്റം പറയുന്നതും ദൂഷണം പറയുന്നതും ഇതെല്ലാം ദുർഗുണങ്ങളാണ്. ഇതെല്ലാം നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ഇങ്ങനെ ദൂഷണം പറയുവാൻ തുടങ്ങിയാണ് കുറച്ച് കഴിഞ്ഞ് നാം ദൈവത്തിൻ്റെ പീഠത്തിൽ കയറിയിരുന്ന് മറ്റുള്ളവരെ വിധിക്കുവാനും ശിക്ഷ വിധിക്കുവാനും ഒക്കെ തുടങ്ങുന്നത്. ചില ആളുകൾ അതിൽ വളരെ വിദഗ്ധരാണ്.
മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും ദോഷങ്ങൾ കണ്ട് അവരുടെ ദോഷങ്ങൾ മാത്രം കാണുന്ന ദോഷൈക ദൃക്കുകൾ ആയിരിക്കുന്ന വിശ്വാസികളും ദൈവജനവുമുണ്ട്. നിങ്ങളങ്ങനെയാണോ? അത് മാറ്റിയെടുക്കണം. എല്ലാവരിലും എപ്പോഴും ദോഷവശങ്ങൾ മാത്രം കാണുന്നവരായിട്ടല്ല, മറ്റുള്ളവരിൽ നന്മ കാണുന്നവരായിട്ടും കൂടെ നാം ഈ കാലങ്ങളിൽ തീരണം. അത് അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. മറ്റുള്ളവരെ വിധിക്കാതെ അവരുടെ നല്ല വശങ്ങൾ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ലേ? വിധിക്കുന്ന കാര്യം ദൈവം ചെയ്തോട്ടെ, കണ്ടം ചെയ്യുന്നതും ശിക്ഷ വിധിക്കുന്നതും ദൈവം ചെയ്തോട്ടെ. എന്നാൽ മറ്റുള്ളവരെ അവരുടെ നല്ല വശങ്ങളെ കണ്ട് അഭിനന്ദിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും നമുക്ക് ഈ കാലങ്ങളിൽ കഴിയേണ്ടതാണ്. എല്ലാത്തരം ദൂഷണവും കുറ്റം പറച്ചിലും ആകാത്ത വാക്കുകളും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതുമൊക്കെ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകേണ്ടതാണ്. ദൈവമക്കളെന്നുള്ള നിലയ്ക്ക് പോസിറ്റീവായ നല്ല കാര്യങ്ങൾ സംസാരിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വചനം കൂടെ വായിക്കാം. ദ ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 2. ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ഒരു സഭയിലെ വിശ്വാസികളെക്കുറിച്ച് ആണ് പറയുന്നത്. ഇന്ന സഭയിലെ വിശ്വാസികൾ കുറ്റം പറയുന്നവരാണ്, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുന്നവരാണ്, അവരെ നീ പഠിപ്പിക്കണം. തീത്തോസിനോട് എഴുതുകയാണ്, തീത്തോസേ, നീ ആ സഭയിലുള്ള സഹോദരങ്ങളെ പഠിപ്പിക്കണം. ടു സ്പീക്ക് ഈവിൾ ഓഫ് നോ മാൻ. ഒരാളെക്കുറിച്ചും ദൂഷണം പറയാതെ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് സംസാരിക്കുവാൻ, അവരുടെ ക്രിയാത്മകമായ നല്ല വശങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ നീ ആളുകളെ പഠിപ്പിക്കണം. ഇന്ന് രാത്രി ദൈവം എന്നെ നിങ്ങളെയും അതാണ് ഉപദേശിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുവാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരട്ടെ. അവരെ വിധിക്കുവാനും തള്ളിക്കളയാനും ശിക്ഷ വിധിക്കുവാനും നിങ്ങൾ വളരെ വേഗത കാണിക്കരുത് എന്ന് അർത്ഥം. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 26-ാം വചനം കൂടെ നോക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഇവിടെ നാവിന് കടിഞ്ഞാണിട്ടുകൊണ്ട്, നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണവും ദോഷവശങ്ങളും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പറയുന്ന ആ സ്വഭാവം നിർത്തിയിട്ട് ഹൃദയത്തെ വഞ്ചിക്കാതെ യഥാർത്ഥമായ ഭക്തിയിൽ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുവാൻ നമുക്കിടയാകണം. എന്നാൽ നിങ്ങൾ ആത്മീയമായി ഉത്തരവാദിത്വമുള്ളവരും ഒരു സഭയുടെ നായകനും നടത്തിപ്പുകാരനും നേതൃത്വമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ആളുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും. ഇന്നയാളെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരാളെ ശിക്ഷ വിധിച്ച് അയാളെ കണ്ടം ചെയ്ത് കളയുന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചത്. ദൈവം അത് വിലക്കിയിരിക്കുന്നു. നാം മനുഷ്യരായതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുവാനും ദൈവത്തിൻ്റെ സീറ്റിൽ കയറിയിരിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, മറ്റുള്ളവരെ ഞാൻ വിധിക്കുന്നില്ല, ദൈവമേ അവിടുന്ന് വിധിക്കണമേ. ഒരിടത്ത് നാം വായിക്കുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. ആ ഭാഗത്ത് പറയുന്നു, നിങ്ങളല്ല പ്രതികാരം ചെയ്യേണ്ടത്. അതുപോലെയാണ്, നിങ്ങളല്ല വിധിക്കേണ്ടത്, അത് ദൈവം ആണ് യഥാർത്ഥ വിധികർത്താവ്. എല്ലാ ന്യായം വിധിക്കലും കണ്ടം ചെയ്യുന്നതും ശിക്ഷ വിധിക്കുന്നതും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. അത് ദൈവം ചെയ്തുകൊള്ളും. ആകയാൽ നമുക്ക് അവർക്ക് ക്ഷമ കൊടുക്കുവാൻ സാധിക്കും. അവരോട് മനസ്സലിവ് കാണിക്കുവാനും പ്രശ്നങ്ങളെ ഒക്കെ വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് നോക്കി മറ്റുള്ളവരെ സഹിച്ചും വഹിച്ചും കൊണ്ടുപോകാനും ആരെയും വിധിക്കാതിരിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വിധിക്കാതെ അവരെ അനുഗ്രഹിക്കുവാൻ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.